പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പെസഹ വ്യാഴാഴ്ച. ഇന്ന് ദൈവത്തെ ഈ ദിവസങ്ങളെല്ലാം സർവശക്തനായ ദൈവത്തെ ആരാധിക്കണം. എല്ലാ ദിവസവും തന്നെ ആരാധിക്കണമെങ്കിലും ഇന്ന് ഈ ദിവസങ്ങളെല്ലാം പ്രത്യേകതയുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. നമുക്ക് പരിശുദ്ധ കുർബാനയെ ആരാധനയിലായിരിക്കാം മക്കളെ. നമ്മളുടെ ഈ ലോകത്തിൻ്റെ ഈ പോക്കിൽ സ്നേഹമുള്ളവരെ, എത്രമാത്രം നമ്മൾ ദൈവത്തിന് സമർപ്പണം കൊടുത്തിട്ടുണ്ട്, എത്രമാത്രം നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും യേശു ക്രിസ്തുവിലാണ്. നമുക്കൊന്ന് ചിന്തിക്കാം. ഈശോയുടെ മക്കളെ, കാര്യസാധ്യത അളന്നു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. തീർച്ചയായിട്ടും ഞാനായാലും നിങ്ങളായാലും ആരായിരുന്നാലും നമ്മളെ കാര്യസാധ്യതയെ സ്നേഹിക്കുന്നത്. അതിലാണ് നമ്മുടെ മനസ്സ്, അതിലാണ് നമ്മുടെ ഉന്നം. ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത് എന്നോടും നമ്മളോട് എല്ലാവരോടും? ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെ നീ സ്നേഹിച്ചാൽ നീ എനിക്ക് യോഗ്യനല്ല. നീ അപ്പനെയും അമ്മയെയും വിട്ട്, ഈ ലോകത്തെ വിട്ട്, എല്ലാത്തെയും വിട്ട്, എല്ലാത്തിലും ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെയാണ് നമ്മൾ ആൻസർ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം വിടാം. കാര്യസാധ്യത വിടാം. നമ്മുടെ നിയോഗ പ്രാർത്ഥന ഉണ്ട്, സമർപ്പിച്ചിരിക്കുന്നതല്ലേ എൻ്റെ മക്കളെ. നമ്മൾ കൃപയാൽ നിറയുമ്പോൾ, അതായത് സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ കാര്യസാധ്യതകൾ, ഇതെല്ലാം നമ്മൾ മറന്നിട്ട് നമ്മൾ സമർപ്പിച്ചിരിക്കുകയാണ്. അത് നമുക്ക് ദൈവം തരും. നമുക്ക് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ദാഹിക്കുമ്പോൾ, വരങ്ങൾക്ക് വേണ്ടി ദാഹിക്കുമ്പോൾ യേശുവിനെ തന്നെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും മക്കളെ. കർത്താവ് ആർത്തിയോടെ വരും. ഞാനൊരു അനുഭവം പറയാം. ഈ കഴിഞ്ഞ ധ്യാനത്തിന് ഒരു 15-17 വയസ്സുള്ളൊരു പെങ്കൊച്ച്, ആ കൊച്ചും കേൾക്കും ഇത്. എത്രയുണ്ടത് വയസ്സ് എനിക്കറിയില്ല. കുറേ പൊക്കമുള്ളൊരു പെങ്കൊച്ച്, കണ്ണവരിയിൽ നിന്ന് വന്ന മോള്. ആ മോള് 15 വയസ്സ് തുടങ്ങിയ ഉദ്ദേശമാണ്. ചിലപ്പോൾ അതിൽ കൂടുതലാണ്, ചിലപ്പോൾ അതിൽ കുറവായിരിക്കാം. ആ മോളും ഒരു 5, 6, 7 വയസ്സ് അതിൽ കൂടുതലുണ്ടോ ഇല്ലയെന്ന് തോന്നുന്നു. ഈ ചെറിയ പെങ്കൊച്ച്, 5, 6, 7 വയസ്സുള്ള പെങ്കൊച്ച്, അതായത് എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 10-25 പിള്ളേര്, ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടോ ചിലപ്പോൾ അതിൽ കുറവായിരിക്കും, കറക്റ്റ് കണക്കല്ല. എല്ലാവർക്കും ദർശനപരമാണ്, എല്ലാവർക്കും ദർശനപരം. സ്നേഹമുള്ള ദൈവമക്കളെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കൊച്ചു ഓടി വന്ന് പറയുകയാണ്, മുൾക്കിരീടമണിഞ്ഞ കർത്താവ്, തലമുതൽ കാവരെ ചോരയിൽ കുളിച്ചു നിൽക്കുന്ന കർത്താവ് ഓടി വന്ന കൊച്ചിനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഈശോയുടെ ശിരസിലേക്കുള്ള മുൾക്കിരീടത്തിന്റെ മുള്ള് ആ കൊച്ചിൻ്റെ മേത്ത് തറഞ്ഞു കയറിയപ്പോൾ കൊച്ച് കരഞ്ഞു. അപ്പോൾ ഈശോയെ കരഞ്ഞു. ഇത് തന്നെയാണ് ആ വലിയ പെങ്കൊച്ചും പറയുന്നത്. അവൾക്ക് ഒരുപാട്, വലിയ പെൺകൊച്ച് ഇത് മാത്രമേ ഒരുപാട് കിട്ടി. ആ ചെറിയ കൊച്ചൊന്നല്ല, അവിടെ ഉള്ള എല്ലാവർക്കും ഒരുപാട്. ഞാൻ ഇന്നും കൊടുത്തെങ്കിലും നോക്കിയതാ. ഞാൻ ഇങ്ങനെ കൃപ മേടിച്ചു കൊടുക്കണ കാര്യത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു പിസ്കല്ല, വാരിക്കോരി ദൈവം കൊടുക്കണ പോലെ ഞാൻ തന്നെ ദൈവമാണ് കൊടുക്കുന്നത്, ഞാൻ ചോദിച്ചു മേടിച്ചു കൊടുക്കും. അത് തന്നെ. അപ്പൊ ഇത് സ്നേഹമുള്ളവരെ, നിങ്ങൾ മെയ് 8-ാം തീയതിയുള്ള താമസമുള്ള ധ്യാനത്തിലേക്ക് വരുമ്പോൾ സ്നേഹമുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളുമായിട്ട് വരിക. പിള്ളേർക്കുള്ള ധ്യാനം, വലിയവർക്കുള്ള ധ്യാനം. അപ്പൊ ഞാൻ ഈ തവണ നമ്മുടെ ബോസ്കോയും ജിഷേൻ, അന്നേൻ, അങ്ങനെയുള്ള നമ്മുടെ മറ്റുള്ള പ്രദേശ സഹോദരിമാരൊക്കെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഡാൻസും അതോടൊപ്പം തന്നെ വചനം കൊടുത്തപ്പോൾ ഇന്നൊരു കൊച്ചിനോട് ചോദിച്ചപ്പോൾ, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്കുള്ള സെപ്പറേറ്റ് ക്ലാസ്സിൽ? ആ ഒരു കൊച്ച് എന്നോട് പറഞ്ഞു, ആരാണാവോ കൊച്ചു പറയാണ്, ബ്രദറെ, എന്നെ പഠിപ്പിച്ചത് മാതാപിതാക്കളെ അനുസരിക്കണം. ഇത് തന്നെയല്ലേ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തില് അനുസരണക്കേട് ആപത്ത്. അപ്പോൾ മാതാപിതാക്കൾ അനുസരിക്കുന്നത്. ഇന്ന് ഏതെങ്കിലും മക്കൾ അനുസരിക്കുന്നുണ്ടോ?
നമുക്കത് എന്ത് മാതാപിതാക്കൾ ഇനി എന്ത് പറഞ്ഞാൽ ഏത് പിള്ളേരാ കേൾക്കുന്നേ? ദൈവമക്കൾ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പനെ സ്നേഹിക്കുന്നില്ല, അമ്മയെ സ്നേഹിക്കുന്നില്ല, ആരെയും സ്നേഹിക്കുന്നില്ല, സഹോദരങ്ങളെ സ്നേഹിക്കുന്നില്ല, ദൈവത്തെ സ്നേഹിക്കുന്നില്ല, ഇടവകയെ സ്നേഹിക്കുന്നില്ല, വൈദികരെ സ്നേഹിക്കുന്നില്ല. നടക്കുന്ന വലിയ സംഭവം, തെറ്റിൽ നിന്ന് തെറ്റിലേക്ക്, ആ തെറ്റിൽ നിന്ന് വേറെ തെറ്റിലേക്ക്, ലഹരിയും MDMA മറ്റുള്ള സെക്സും ദുരുപയോഗങ്ങളും. ഇന്ന് ആദ്യമൊക്കെ ആൺപിള്ളേരും ആണുങ്ങളൊക്കെ ഇതിൻ്റെ പാപത്തിലേക്ക് പോകുന്നെങ്കിൽ ഇന്ന് ചെറിയ ചെറിയ പെൺപിള്ളേരൊക്കെ അതിൻ്റെതായ സകലങ്ങളിലേക്ക് അവർ ഇറങ്ങി ചെല്ലുകയാണ്. കാരണം ഒരിക്കൽ പിശാചിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു രുചി നോക്കി, അല്ലെങ്കിൽ ആ പിശാചിൻ്റെ രുചി നോക്കി അവരും തേടുന്നു. ലോകമെങ്ങോടാണ്? സെക്സിൽ മാത്രമല്ല, ലഹരിയിലും അങ്ങനെയാണ് പോകുന്നത്. കേരളം മക്കളെ പിടിവിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. കേരളം പിടിവിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. നമുക്ക് നമ്മുടെ മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് നമ്മുടെ ധ്യാനത്തിലേക്ക് മെയ് 8-ാം തീയതി വരുവാനായിട്ട് പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. പരിശ്രമിച്ചാലൊന്നും വരാൻ പറ്റില്ല മക്കളെ, പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ്റെ കരം നിങ്ങളിൽ നിന്ന് എടുക്കും. അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. സൂചിച്ച് കർത്താവെ അനുഗ്രഹിക്കണം കർത്താവെ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ കർത്താവെ, ഈ മക്കളുടെ നിയോഗങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കണമേ. അതിലുപരി ഈ പെസഹ ബുധനാഴ്ച, ഇതാ പെസഹ വ്യാഴാഴ്ചയിലേക്ക് എത്തുന്നു. ഈശോയെ, ഇതാ ബുധനാഴ്ചയാണ് ഞാൻ ഈ പ്രാർത്ഥന വിടുന്നതെങ്കിലും കർത്താവെ, പെസഹ വ്യാഴാഴ്ച ഈ മക്കൾക്ക് കിട്ടുമ്പോൾ അത്ഭുതങ്ങൾ അടയാളം സംഭവിക്കട്ടെ. അവരുടെ നിയോഗങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കണമേ. ഈ ഈസ്റ്ററിൽ, ഈ പെസഹ വ്യാഴാഴ്ചയിൽ കർത്താവെ അങ്ങയെ തിരിച്ചറിയുവാനും കർത്താവെ യേശുവിൽ വളരാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശയ്ക്ക് എന്നേരവും ആരാധന സ്തുതി പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അനേകം മക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.